ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗാഥാസ് കലാഹട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് രുചികരമായ ഒരു ഈന്തപ്പഴം നാരങ്ങ അച്ചാറാണ്. അച്ചാറിട്ട് ഒരാഴ്ച കഴിഞ്ഞുള്ള പരുവമാണിത്. നന്നായിട്ട് അലുത്ത് കിട്ടും നാരങ്ങ ഈന്തപ്പഴം അച്ചാർ. കുറച്ച് നാളും കൂടെ കൂടുതലിരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 6 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇഡലിത്തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആവി കെട്ടി പുഴുങ്ങിയെടുത്ത നാരങ്ങ. ഇത് 8 പീസായിട്ട് ഒരു നാരങ്ങ കഷ്ണിച്ച് വെച്ചിരിക്കുകയാണ്. പുഴുങ്ങിയെടുത്ത നാരങ്ങയാണ്. നാരങ്ങയുടെ കുരുവൊക്കെ കളയുകയാണെങ്കിൽ ആ കയ്പില്ലാതെ ഇരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, അതുപോലെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ വറ്റൽമുളക്. ഇനി നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ഒരു 20-25 ഈന്തപ്പഴം വരെ നമുക്ക് എടുക്കാവുന്നതാണ്. മധുരം അനുസരിച്ച് ഇഷ്ടമുള്ളത്ര അളവിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 1.5 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉലുവയുമാണ്. ഇനി നമ്മളൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ഇടുക. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. 3 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കായപ്പൊടിയാണ്. എനിക്കിവിടെ കായപ്പൊടി അധികം ഇല്ലായിരുന്നു, അപ്പോൾ 1 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് 3ഉം കൂടെ ഞാൻ മിക്സാക്കി ഇതിലേക്ക് ഞാനിവിടെ ഒഴിക്കുന്നത് വിനാഗിരിയാണ്. 1 ഗ്ലാസ് വിനാഗിരി, എൻ്റെ പകുതിയോളം ഞാനിവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു മിക്സ്ചറാണ് ഞാനിവിടെ പേസ്റ്റ് രൂപത്തിൽ തയ്യാറാക്കുന്നത്. കാരണം നമ്മൾ ചട്ടി ചൂടാകുമ്പോഴത്തേക്കും നേരിട്ട് മുളക് പൊടിയൊന്നും ചേർക്കുകയല്ല. ഇപ്പോൾ വിനാഗിരി ചേർത്തെടുക്കുന്ന ഈ കൂട്ടായിരിക്കും നമ്മൾ ചേർക്കുക. നല്ല തിക്ക് പേസ്റ്റാക്കി നമ്മളിതെടുക്കുക. വിനാഗിരി ചേർത്ത് തന്നെയാണ് നമ്മൾ ഈ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഒരല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാം. അതിലേക്ക് നല്ലെണ്ണ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുകും ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ, അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണക്കമുളകും പച്ചമുളകും കറിവേപ്പിലയും കടുകും ഉലുവായും ഇത്രയും ചേരുവകളാണ് നമ്മളിവിടെ നല്ലെണ്ണയിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇത്രയും നല്ലതായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് മാറുന്ന ആ ടൈമിൽ നമുക്കിവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ആ നാരങ്ങ മുറിച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുഴുങ്ങി കുരുകളഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ അരിഞ്ഞത് നന്നായിട്ട് നമുക്ക് ഇതിനോടൊപ്പം തന്നെ യോജിപ്പിച്ചെടുക്കാം. എണ്ണയിൽ കിടന്ന് അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ ഇനി അതിനകത്തേക്ക് ചേർക്കാൻ പോകുന്ന മറ്റൊരു ചേരുവയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം. ഒരു 20-25 ഈന്തപ്പഴത്തോളം ഞാനിവിടെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതും കൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി മിക്സാക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ നാരങ്ങ ഈന്തപ്പഴവും കൂടെ ഇതുപോലെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. നമ്മളിതുവരെ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ ചെറുനാരങ്ങയിലേക്കും അതുപോലെ ഈന്തപ്പഴത്തിലേക്കും ഉപ്പ് നന്നായിട്ട് എല്ലായിടവും യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഒന്ന് സിമ്മാക്കി വെക്കുക. ഫ്ലെയിം സിമ്മാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരി ചേർത്ത് മിക്സാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം ഇവയുടെ ആ കൂട്ട് നമ്മൾ യോജിപ്പിക്കുകയാണ്. തീ സിമ്മാക്കിയതിന് ശേഷം മാത്രമേ യോജിപ്പിക്കാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ ഇത്രയും നല്ലതായിട്ട് നമ്മൾ യോജിപ്പിക്കുക. ഞാനിപ്പോൾ സ്റ്റൗ ഓഫാക്കി
ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1.5-2 സ്പൂൺ വിനാഗിരിയോളം നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അച്ചാർ നല്ലൊരു പരുവമായിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. ഒരൽപ്പം ശർക്കര അല്ല എങ്കിൽ പഞ്ചസാര, അതും കൂടെ ചേർത്താൽ ഊറിയ കയ്പുണ്ടെങ്കിൽ പോലും ആ കയ്പ് ബാലൻസ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1 സ്പൂൺ പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അച്ചാറിട്ട് വെക്കുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയെക്കാട്ടിലും ഏറ്റവും നല്ലത് ചില്ലു കുപ്പിയിലിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി നാളത്തേക്ക് കേടുകൂടാതെ ഇരിക്കും. അതുപോലെ തന്നെ നല്ലെണ്ണയിൽ ഉപയോഗിക്കുന്നതും അച്ചാർ കേടുകൂടാതെ ഇരിക്കാൻ സഹായകമാണ്. വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാം, പക്ഷേ നല്ലെണ്ണയാണ് കൂടുതൽ നാൾ നീണ്ടു നിൽക്കുക. അതുപോലെ നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അലുത്ത് വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഇത് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കണം. ഒരാഴ്ചയ്ക്ക് ശേഷമേ നമ്മളിത് എടുക്കാവുള്ളൂ. എന്നാലേ അല്പമെങ്കിലും ആ നാരങ്ങ ഒന്ന് അലുത്ത് വരികയുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ തുടക്കത്തിലെ നാരങ്ങ ഒന്ന് അലുപ്പിച്ചെടുത്തതിന് ശേഷമേ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഈ അച്ചാർ ഇടുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് കുറച്ച് ശർക്കരയും കൂടെ തൂവി വെക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ടൈം ആകുമ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.